മുതിർന്ന BJP നേതാവ് ഡോക്ടർ ഹർഷവർദ്ധൻ രാഷ്ട്രീയം വിട്ടു. ചാന്ദിനി ചൗക്ക് മണ്ഡലത്തിലെ സിറ്റിംഗ് MP ആണ്. ഇത്തവണ BJP ഡോക്ടർ ഹർഷവർദ്ധന് സീറ്റ് നൽകിയിരുന്നില്ല. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം ഡൽഹിയുടെ ആരോഗ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം കേന്ദ്രമന്ത്രിയായിരുന്നു. കിട്ടാവുന്ന പദവികളൊക്കെ പരമാവധി കിട്ടിയതാണ്. ഇതിപ്പോൾ സീറ്റ് കിട്ടാത്തതിൽ അതൃപ്തിയാണോ? എന്താണ് ഹർഷവർദ്ധൻ വിടാനുള്ള കാരണം? ഹാഷ്മി, ഡൽഹിയിൽ BJPയുടെ ജനകീയമായ സൗമ്യമുഖങ്ങളിൽ ഒരാളാണ് ദേശീയ തലത്തിൽ തന്നെ ഡോക്ടർ ഹർഷവർദ്ധൻ. അദ്ദേഹമാണ് പാർട്ടി വിടുന്നതായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സ് ഹാൻഡിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം നീണ്ട ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. 30 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം വിടുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കൾ, സംഘപരിവാർ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ രാഷ്ട്രീയ രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പദവികളിൽ സേവനമനുഷ്ഠിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഡൽഹി ആരോഗ്യമന്ത്രിയും 2 തവണ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ആരോഗ്യമന്ത്രി. ഈ കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം തൻ്റെ കുറിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നു. പൊതുജനങ്ങൾക്കും നേതാക്കൾക്കുമെല്ലാം നന്ദി അറിയിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. താൻ ഇനി ലഹരിക്കെതിരായ പോരാട്ടം, ഒപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടവും തുടരും. തൻ്റെ ക്ലിനിക്ക് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം കുറിപ്പിൽ അവസാനിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാനുള്ള തീരുമാനം BJPയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വിടാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുൻപായി തന്നെ അദ്ദേഹത്തിന് ഈ പ്രഖ്യാപനം നടത്താമായിരുന്നു എന്നൊരു പശ്ചാത്തലമുണ്ട്. BJPയുടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഹർഷവർദ്ധന് സീറ്റില്ല എന്ന് ചാന്ദിനി ചൗക്ക് മണ്ഡലത്തിൽ ഇത്തവണ സീറ്റില്ല എന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് രാഷ്ട്രീയം വിടാനുള്ള തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് നിർണായകമാണ്. അദ്ദേഹം തൻ്റെ കുറിപ്പിൽ അത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അത് പ്രകടമാണ്. ഹാഷ്മി.